മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, രണ്ട് തുള്ളി ഉള്ളിൽ ചേർന്ന സ്വർഗലോകമാണടോ. ആണുങ്ങളെ കുറിച്ചല്ല, മദ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. സ്ത്രീകളെ കുറിച്ചാണ് ചന്ദനമെന്തിന് സിന്ദൂരമെന്തിന് ചന്ദനപ്പൊട്ടും നിനക്കെന്തിനാ, ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ലേ, നിന്റെ ചന്തത്തിനൊട്ടും കുറവില്ലേ. ചന്തത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല. പക്ഷെ ഈ ഒരു ഒറ്റ കവിതയോട് കവി എടുത്തു നിർത്തി. ഇല്ല, ബാലേട്ടൻ മോളല്ലേ നിന്നെ ഞാൻ വാശത്തിൽ കണ്ടതല്ലേ, നടന്നല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നടന്നല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി. ഈ രണ്ട് കവിതയോടുകൂടി കവി എടുത്തു നിർത്തി. താരക പെണ്ണാളെ ഒരുപാട് പാട്ടുണ്ട്. ഓക്കെ, കലാഭവന്റെ മെമ്മറിയിലൂടെ ഏറെ ശ്രദ്ധേയനായ കലാകാരനാണ് മിസ്റ്റർ സതീഷ് കൊളേരി. സതീഷ് നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, പലർക്ക് ഇരുട്ടത്തിൽ വല്ലതും വിളിച്ചു പറയാൻ പറ്റും. ഈ വെളിച്ചത്ത് വന്ന് ചേർന്ന് വർത്തമാനം പാടാം. ചെറുപ്പൂരിലെ ആളുകൾ കാണാൻ പരിപാടി നടക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഇത്രയും വലിയ സദസ്സില് ഇത്രയും വലിയൊരു കലാകാരൻ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് പ്രതികരിച്ചത്. എന്റെ ആഗ്രഹിക്ക് പറയാൻ പാടില്ല മമ്മൂട്ടിയോട് അഭിനയിക്കുന്നു. അങ്ങനെ പറയാൻ പാടുമോ? എന്താ പാടില്ലാത്തെ? അല്ല, ഞങ്ങൾ ലാലേട്ടൻ മോശമാണ്. ഞാൻ പറഞ്ഞില്ല. പക്ഷെ മമ്മൂക്കയാണോ മലയാള സിനിമയിൽ കുറച്ചുകൂടെ കരുത്തുള്ള നടൻ? ഒന്നുമല്ല, മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കരുത്തുള്ള നടൻ ഞങ്ങൾ ലാലേട്ടൻ. അല്ല, മമ്മൂക്കയാണ്. അല്ല, ലാലേട്ടൻ. മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ആരാണെങ്കിലും ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. ഇന്നെ കൂടെ ലാലേട്ടൻ അങ്ങനെ മമ്മൂക്കാരും ചെറുതായിട്ട് കാണണ്ട. ഞങ്ങളുടെ മമ്മൂക്ക പൊന്തങ്ങളായിട്ടുള്ള കളി പൊന്തമാണ്. കളി പുട്ടോർമിസ് വേണ്ട. കോട്ടയം കുഞ്ഞിട്ട് മമ്മൂക്ക വന്നാണല്ലോ, തനി കോട്ടയം കുഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് ഞാനും പറയും. ചങ്ങനാശ്ശേരിയിൽ ഒന്നാം തരം ഗുണ്ടയായ ആടുകൊമ്മയെ അവതരിപ്പിച്ചിട്ട് കവയലിക്കാരനാകാൻ അക്ഷരങ്ങളുടെ പുസ്തകത്താൽ നീയൊന്നും പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. ആ ഇന്ത്യ ഇംഗ്ലീഷ് പറയാൻ നമുക്ക് അതിമോഹമാണ് മോളെ ദിനേശാണ് നിനക്ക്. എന്നെപ്പന്റെ ചില കത്തും കാരണം വരെ നിനക്ക് ആയുസുണ്ടാകുമെന്ന മോഹം. അത് തെറ്റായിരുന്നു മണ്ണിവ. അപ്പന്റെ കയ്യേറെ നിനക്ക് കൊണ്ടുപോയി ചന്ദ്രമുട്ടി വെച്ച് കത്തിച്ചാശ തീർക്കാം. ഇപ്പോഴാ മോളെ ദിനേശ് പറഞ്ഞല്ല ഇങ്ങനെ ചെയ്തോണ്ടല്ലോ പറയാം. ഞങ്ങൾ മമ്മൂക്കൊക്കെ പറ്റും. മമ്മൂക്കയുടെ കട്ട എന്ന കണ്ട 10 സിനിമയുടെ പേര് ഇവർക്ക് പെട്ടെന്ന് മമ്മൂക്കയുടെ 10 സിനിമ നിലക്കൂട്ട്, പാതയം, രാജമാണിക്യം, ദ കിങ്, കോട്ടയം കുഞ്ഞാച്ച്, ആവ മാഴി, എത്ര കടം വേണം. ലാലേട്ടനെ കണ്ടവർ 5 സിനിമ ലാലേട്ടൻ പൊന്നോ, ഇതാ പറയുന്നത്. പൂവ് ചോദിച്ചപ്പോ പൂന്തോട്ടം വന്നു. എന്നാലും ചെമ്പൂക്കുകാരൻ നല്ലൊരു കയ്യിൽ നിന്ന് കൊടുക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇത്ര നല്ലൊരു സദസ്സുള്ള ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ മദ്യപിച്ച് കയറി വന്നത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞു പോകല്ലേ. അതിന് ഞങ്ങളൊന്നും പുച്ഛിച്ചെന്ന് വെറുതെ നട്ടാതെ പുച്ഛിക്കാൻ പാടില്ലേ. ഒരിക്കലും ഒഴിക്കാത്ത ലോട്ടറിയും സ്ഥിരം ഞങ്ങൾ ഒഴിക്കുന്ന ലിറ്ററുമാണ് കേരള സർക്കാരിനെ പോലും കണ്ണെപ്പോഴുള്ള മദ്യപാനി ഇവിടെ പറയട്ടെ പറയട്ടെ
ചെകുത്താന്റെ മൂത്ര. എന്താണ് ചെകുത്താന്റെ മൂത്രാണ്. എന്തൊരു സംശയം ഞാൻ ചോദിക്കുന്നത്. Come on. ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന വിവരങ്ങളിലും ഇത്രയും മാറുകയാണ്, ഇത്രയും മൂത്ര സപ്ലൈ അറിയാമോ? നമ്മള് കലാകാരനായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കാനാണോ? വെല്ലുവിളി ഒരു ശബ്ദം ഇരിക്കാമോ? ഈ പേശനുണ്ടൊരു പുച്ഛമല്ലേ ഈ നാട്ടുകാരുടെ ശബ്ദം പറയും. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഓക്കെ, അശോകന്റെ ശബ്ദം നമുക്ക് നോക്കാം. അങ്ങനെ പറയുകയാണ് കലാകാരൻ. ആണല്ലേ? ആ. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാരും ഓർമ്മ വരും. എന്തിനാ ചേർന്നൊക്കെ സ്കൂളിൽ കൂട്ടുമ്പോ കുറുപ്പാണ്ട് ഓർമ്മ ചക്കര മാതാച്ച് മാമ്പഴം എടുത്ത് തൂങ്ങിക്കിടക്കും. ഒരു ദിവസം മാമ്പഴം എന്തോർക്കും വാശി പിടിക്കണം. മാധവൻ മാവിൽ വലിയ മാവിൽ കുറച്ച് പുളിയൂർ വരുന്നു. പുളിയൂർപ്പ് വെച്ചിട്ട് മാധവൻ നിലത്ത് വീഴും. രണ്ട് ചക്കര മാമ്പഴവും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ഇനി ഒരു യന്ത്രം പാട്ട് പാടണ പാടല്ല. താഴമ്പുമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി സുപ്രഭാതോ. അടിപൊളി, നല്ല ഐഡിയ കൊടുക്കും. ഓക്കെ, താങ്ക് യു. എന്റെ ചേട്ടന്റെ പാട്ടുണ്ടെന്ന് പാടണം. അത് ചേട്ടന്റെ പാട്ട് പാടുന്ന പാട്ടുകാരെല്ലാം റെഡി, അവർ പാടിക്കോളും. അതല്ല ചേട്ടന്റെ പാട്ട് മനസ്സിലാകുന്ന നിങ്ങളുടെ ചേട്ടൻ ആരാണ്? ഗായകനാണ്. ഗായനം അതിക്കും മേലെ ആരാണെന്ന് പറ. എന്റെ ചേട്ടന്റെ പാട്ട് പാടാത്ത ഒരാൾ പോലും മുമ്പിൽ ജീവിച്ചിട്ടുണ്ട്. കലാഭവൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ നിങ്ങളുടെ ചേട്ടൻ മാത്രമല്ല, ആ. ഈ നിങ്ങളുടെ സകല മലയാളികളുടെ ചേട്ടനാണ് മണിച്ചേട്ടൻ. അപ്പം മണിച്ചേട്ടൻ നല്ലൊരു പാടുന്ന പോലെ നല്ലൊരു പാട്ട് പാടും. ഓക്കെ, നല്ലൊരു ഗായകമൊന്നുമല്ല ഞാൻ. എങ്കിലും ഈ ചേട്ടൻ കയറി വന്ന ആ ഒരു സെറ്റപ്പിനനുസരിച്ച് ഒരു 4 വരി പാട്ട് പാടാം. പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാശിന് കണ്ണ് കുടിച്ചു. എന്റെ മോളെ കണ്ടെത്തിയാ എന്റെ മോളെ കണ്ടെത്തിയാ പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാശിന് കണ്ണ് കുടിച്ചു. എന്റെ മോളെ കണ്ടെത്തിയാ എന്റെ മോളെ കണ്ടെത്തിയാ അകത്തെ കാലം പോയി എന്നോട് പോലീസായി ഞാനിവിടെ അപ്പൊ ഈ പാമ്പിനെ ഞാൻ കൊണ്ടുപോവുകയാണ്. കലാഭവന്റെ മിമിക്രി വേദിയിലൂടെ ഏറെ ശ്രദ്ധേയനായി കൊച്ചിൻ ഹരിശ്രീയിലൂടെ സൂപ്പർ ഹിറ്റ് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമായ വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിലെ VIP ടീമിലെ 1ാം സമ്മാനം നേടിയ താരം രാജേഷ് തിരുവമ്പാടിയാണ്. നമുക്ക് തിരുവമ്പാടിക്ക് നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.